വീടിൻ വിളക്കു വീട്ടമ്മ. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? കാരണം കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ രണ്ട് തട്ടിലാണ് ഇപ്പോഴും അച്ഛനമ്മമാർ. കാരണം പണ്ടത്തെ രീതിയിൽ വളരെയധികം അച്ചടക്കത്തോടെ കുട്ടികൾക്ക് അധികം സ്വാതന്ത്ര്യം നൽകാതെ വളർത്തണമെന്ന്, അങ്ങനെയാണെങ്കിലേ കുട്ടികൾ നന്നാവൂ എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ കുട്ടികൾ തന്നെ കുടുംബത്തിൻ്റെ അജണ്ട തീരുമാനിക്കുന്ന രീതിയിൽ അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്ത് കുട്ടികളെ വളർത്തുന്ന രീതിയിൽ രണ്ടും പറയുന്നുണ്ട്. പക്ഷെ രണ്ട് ഘട്ടത്തിലും കുട്ടികൾ നല്ലതായും അല്പം വഷളായും വരുന്നതും കാണുന്നുണ്ട്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? അത് മധ്യവർത്തിയിലൂടെ പോകണം. ഉദാഹരണം, പണ്ടത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ തനിയെ വളരും കുടുംബ പശ്ചാത്തലത്തിൽ. ഇപ്പോഴേ അങ്ങനെയല്ല, കുട്ടികളെ തനിയെ അവരെ വളർത്തുകയാണ് നിയന്ത്രിത സാഹചര്യത്തിൽ. ഉദാഹരണമായിട്ട് നമുക്കൊരു നാടൻ വാഴ വളരുന്നതും ഒരു ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴ വളരുന്നതുമായിട്ട് ഉപമിക്കാം. അപ്പോൾ മറ്റുള്ളത് കുട്ടിയുടെ തനിക്ക് പറ്റാതെ പോയ കാര്യങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മേൽ. പക്ഷേ കുഞ്ഞുങ്ങളുടെ വികാരങ്ങളോ താല്പര്യങ്ങളോ അവർ ചോദിക്കാറില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുഞ്ഞിനെ ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഡാൻസ് പഠിപ്പിക്കാനോ പാട്ട് പഠിപ്പിക്കാനോ വിടുമ്പോൾ ആ കുഞ്ഞിന് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ ആരായണം. കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ ആരും ചോദിക്കാറില്ല. അവിടെയാണ് കുഞ്ഞിൻ്റെ താല്പര്യങ്ങൾ അറിയാതെ അവരവരുടെ നഷ്ടബോധത്തിൽ നിന്നുണ്ടാകുന്ന താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പണ്ടത്തെ സാഹചര്യത്തിൽ അച്ഛനും അമ്മയും ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇത്രയും താല്പര്യം കാണിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ മാതാപിതാക്കൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ബോധവതികളാണ്, കൂടുതലാണെന്ന് പറയാം. പക്ഷേ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ തന്നെ കലാപ്രതിഭകളാക്കണം നമ്മൾ വിചാരിക്കരുത്. കുറച്ച് വളരട്ടെ. അപ്പോൾ ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടൊക്കെ ആക്കുമ്പോഴും ഒന്ന് പ്രായമായി കഴിഞ്ഞതിന് ശേഷം വേണം ആക്കാൻ. അപ്പോഴേ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ ഒരു ഡാൻസ് കാണുമ്പോൾ കുഞ്ഞ് സ്വാഭാവികമായിട്ടൊന്ന് താളം ചവിട്ടിയെന്ന് വരാം. പക്ഷെ അത് കൊണ്ട് കുഞ്ഞിന് ഡാൻസിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത് ബുദ്ധിയല്ല. അതെ, നീണ്ടു നിൽക്കുന്നതാണ് താല്പര്യം. കുഞ്ഞിന് ഏതാണ് വാസനയും താല്പര്യവും നമ്മൾ അറിയുന്നത് എന്തെന്ന് പറഞ്ഞിരുന്നാൽ ഒരു പ്രവൃത്തി അത് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണണം. മാത്രമല്ല, ഇപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടും പാരമ്പര്യമായിട്ടും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ താല്പര്യങ്ങൾ വാസനകൾ വന്നെന്ന് വരാം. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അല്ലാതെ നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് കിട്ടാതെ പോയതെല്ലാം കുഞ്ഞിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ശരിയല്ല. അവരും ഒരു പുതിയൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ തന്നെ കാണണം. അതെ. ഇപ്പോൾ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എപ്പോഴും ഒരു വലിയ വ്യക്തിയായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് എന്തെന്ന് പറഞ്ഞിരുന്നാൽ, ചെറിയ കുഞ്ഞാകുമ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതാണ് അത് പറഞ്ഞാൽ കുഞ്ഞിന് മനസ്സിലാകില്ല എന്നുള്ളത്. അത് ശരിയായില്ല. ജനനം മുതൽ 7 വയസ്സ് വരെയാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ 75% ബുദ്ധിവികാസവും നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്റ്റിമുലേഷൻ ആ പീരീഡിൽ കൊടുക്കാമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ആ കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പക്ഷേ ആ കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതെ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഇനിയും ഒരുപാട് തീർച്ചയായും ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ പങ്ക്തിയുടെ സമയം ഇവിടെ പൂർത്തിയാകുന്നത് കൊണ്ട് അടുത്ത എപ്പിസോഡുകൾക്കായി അത് മാറ്റിവെക്കാം. വീണ്ടും ഓമനത്തിങ്കൾ കിടാവൂ എന്ന ഈ പങ്ക്തിയിലൂടെ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഡോക്ടർ നിർമ്മലയോടൊപ്പം. സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ സംഗീത പരിപാടിയായ മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിലായി നമ്മോടൊപ്പം ശ്രീമതി ഭുവനേശ്വരി മധുസൂദനായിരുന്നു. ചേച്ചിയുടെ 4 പാട്ടുകൾ ഞങ്ങൾ ആസ്വദിച്ചു. ഒരിക്കൽ കൂടി ചേച്ചിക്ക് സ്വാഗതം. ആദ്യമേ പറഞ്ഞു, നൃത്തത്തിൻ്റെ കൂടെ പാടുമ്പോൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പാടണം, ഒരുപാട് വിസ്തരിച്ച് പാടണം എന്ന് പറഞ്ഞു. ഇത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും സ്വന്തമായിട്ടുള്ള രീതിയിൽ മനോധർമ്മം തന്നെയാണോ? മനോധർമ്മം തന്നെ ആണ് മുഴുവനും. അതെ ആണ്. അപ്പോൾ കമ്പോസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒന്നുമില്ല? ഇപ്പം കഴിഞ്ഞ ദിവസം പാടിയതിൽ വ്യത്യസ്തമായ രാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പം അതൊക്കെ സ്വന്തമായിട്ടാണോ അതോ? സ്വന്തമായിട്ട്. പിന്നെ 4 വരിയൊക്കെ അവർ പിന്നെ രാഗം എന്ന് പറഞ്ഞ്, ഇപ്പോൾ പന്തൂരാളിയാണെങ്കിൽ പന്തൂരാളിയിൽ 4 വരി കാണുമല്ലോ, അതങ്ങനെ ഒറ്റല്ല. ബാക്കിയെല്ലാം നമ്മുടെ ഐഡിയ ആണ്. പിന്നെ അഭിനയം നോക്കി അപ്പോൾ എക്സ്പ്രഷൻ മാറുന്നതനുസരിച്ച് ആവശ്യമുള്ളതനുസരിച്ച് ഒരുപാട് പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ടോ? യുവജനോത്സവങ്ങൾക്കല്ലാതെ? പിന്നെ ഒരുപാട് കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടുണ്ടോ? കേരളത്തിന് പുറത്ത് കുറച്ചേ ഉള്ളൂ, കേരളത്തിനകത്ത് തന്നെയാണ് അധികം. ശരിക്കും ഒരുപാട് കലാപ്രതിഭകളെയും കലാതിലകങ്ങളെയും ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരാണ് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം.
ഏതായാലും ഇനി അടുത്ത ഞങ്ങൾക്ക് വേണ്ടി പാടുന്ന ഏതാണ് പാട്ട്? ഒരു സിനിമാ ഗാനം. സാധാരണ സിനിമാ പാട്ട് പാടാറില്ല. ഞങ്ങൾക്ക് വേണ്ടി പാടും. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ പ്രേമപൂജ പുഷ്പവുമായി തേടുവതാരേ ആരേ തേടുവതാരേ ആരേ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദായുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ ആരുടെ കനകമനോരഥമേറി ആരുടെ രാഗപരാഗം തേടി ആരുടെ കനകമനോരഥമേറി ആരുടെ രാഗപരാഗം തേടി നീലഗഗനവനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായ നാഥൻ നീലഗഗനവനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായ നാഥൻ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ. മനോഹരമായൊരു ഗാനം. ജാനകി അമ്മ പാടിയ പാട്ടാണ്. പാടിയൊട്ട് ശരിയായില്ല. അല്ല, അത് ശീലമില്ല അല്ലേ, സിനിമാ പാട്ട് അധികം കേൾക്കാറേ ഉള്ളൂ. പിന്നെ വീട്ടമ്മ എന്നുള്ളതിന് വേണ്ടിയിട്ട് പാടിയെന്നാണ്. വീട്ടിലെങ്ങനെയാണ് ചേച്ചി പ്രോത്സാഹനമൊക്കെ? വീട്ടിൽ ഇതുപോലെ പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ നല്ല പ്രോത്സാഹനമാണെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡാണെങ്കിലും ശരിയാണ്, വളരെ സംഗീതാഭിരുചിയുള്ളവരാണ് എല്ലാവരും. ഹസ്ബൻഡ് വീട്ടുകാരും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ ചേട്ടൻ്റെ മോളാണെങ്കിൽ സ്റ്റേറ്റ് ഫസ്റ്റ് 2 പ്രാവശ്യമായിട്ട് കഥകളി സംഗീതത്തിന് കിട്ടുകയാണ്. ഇവിടെ കൈരളി തന്നെ യങ് ടാലൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിനെ പാടിയിരുന്നു പ്രിയദർശിനി. എല്ലാവരും പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും കലാകാരാണ്, സംഗീതാഭിരുചിയുള്ള കുടുംബമാണ്. അതെ. എന്തായാലും ചേച്ചി ഇവിടെ വന്നു, ചേച്ചി ഒരുപാട് പാട്ടുകൾ പാടി. ഇനിയും ഒരുപാട് അവസരങ്ങൾ ചേച്ചിക്ക് കിട്ടട്ടെ. സംഗീത ജീവിതത്തിലായാലും അല്ലാതെയും എല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് നന്ദി. മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള നല്ല ഗായികമാരെ, പുതിയ പ്രതിഭകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിൽ നമുക്ക് കണ്ടുമുട്ടാം. അറ്റൻഷൻ പ്ലീസിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടമ്മയിലേക്ക് സൗന്ദര്യ സംബന്ധിയായ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് കത്തുകൾ വരാറുണ്ട്. ഇന്ന് അറ്റൻഷൻ പ്ലീസിലൂടെ അവയ്ക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി ഉഷ കോശിയാണ്. സ്വാഗതം.
സമയം കളയാതെ കത്തുകളിലേക്ക് കിടക്കും. ഒരുപാട് കത്തുകളുണ്ട്. ഇത് ഉള്ളൂരിൽ നിന്ന് ജയ എഴുതിയിട്ടുള്ള കത്താണ്. മാഡം, ഞാൻ 18 വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ്. എൻ്റെ നെറ്റിയിൽ നിറയെ കുരുക്കളാണ്. എൻ്റെ തലയിൽ നിറയെ താരനുണ്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇത് മാറാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഇത് പൂർണ്ണമായി മാറുമോ? ദയവായി ഇതിന് മറുപടി തരണം. നെറ്റിയിൽ സാധാരണ ഒത്തിരി കുരുവുള്ളത് ഒരു റീസൺ അത് ഡാൻഡ്രഫ് കാരണം തന്നെയാണ്, താരണം കൊണ്ട് തന്നെയാണ്. പിന്നെ ഓയിലി സ്കിന്നായിരിക്കാം. ഓയിലി സ്കിന്നാകുമ്പോൾ നമ്മൾ ഒത്തിരി സ്വെറ്റ് ചെയ്യുകയും ഈ നെറ്റിയിൽ ആ എണ്ണമയം നിൽക്കുകയും നമുക്കത് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 3 times വാഷ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാത്ത സമയം. ഇപ്പോൾ നമ്മൾ കോളേജിൽ പോകുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ദിവസവും 3 തവണ പോയി മുഖം കഴുകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള അവസരം കിട്ടിയെന്നിരിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ആ ഓയിലും സ്വെറ്റും എല്ലാം കൂടെ നിന്നിട്ട് അതിൻ്റെ കൂടെ താരണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെയുള്ള റീസൺസിലാണ് ഈ നെറ്റിയിൽ നിറച്ച് ചെറിയ ചെറിയ കുരു പോലെ ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുകയും വീട്ടിൽ വന്നാൽ തന്നെ ഉടനെ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എക്സസ് ഓയിൽ, ഒത്തിരി ക്രീമുകൾ മുഖത്തിടാതെ ഇരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഈ നെറ്റിയിൽ വരുന്ന കുരുക്കളില്ലാതാക്കാൻ പറ്റും. പിന്നെ ഡാൻഡ്രഫിന് തീർച്ചയായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ അല്പം നാരങ്ങ എടുത്തിട്ട് ആ നാരങ്ങ നീര് തലയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും താളിയോ വല്ലോ ഉപയോഗിച്ച് നന്നായിട്ട്, അല്ലെങ്കിൽ പയറുപൊടി ഹെർബലായിട്ട് അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ. പയറുപൊടി തേച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകിക്കളയാം. അപ്പോൾ കുറേ അത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണ അല്ലെങ്കിൽ ഈവൻ 3 തവണ ചെയ്തെന്നും പറഞ്ഞ് കുഴപ്പമില്ല. മുടി നമ്മൾ ഷാമ്പൂ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മുടി നമ്മളിങ്ങനെ ഹെയർ വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന പയറുപൊടി ഇട്ടെന്ന് പറഞ്ഞോ ഒരിക്കലും മുടി പൊഴിയുകയോ ഒന്നും ചെയ്യില്ല. മുടി എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, താരൻ വരാതെ ഇരിക്കാനൊക്കെ. അടുത്ത കത്തിലേക്ക് അടക്കം. ഇത് മലപ്പുറത്ത് നിന്ന് അഞ്ജിത മോഹൻ എഴുതിയിരിക്കുകയാണ്. എൻ്റെ പ്രശ്നം മുഖം നിറയെ ചിക്കൻ പോക്സ് വന്ന പാടുകളാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു വ്യത്യാസവുമില്ല. ഇത് മാറുമോ? പൂർണ്ണമായും മാറാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഇതേ ചോദ്യം തന്നെ മറ്റൊരു കത്തും വന്നിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് പാർവതി. ഒരുപാട് പാക്കുകളും ക്രീമുകളും ഉപയോഗിച്ചു, പക്ഷേ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു. ചിക്കൻ ബോക്സ് ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായ ചിക്കൻ ബോക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാറും. നമ്മളെന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ വേപ്പില വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വേപ്പില വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം അതുകൊണ്ട് മുഖം കഴുകുക, ദേഹം കഴുകുക എന്നൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ പോകും. അതുമല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അരോമ തെറാപ്പിയിൽ ജെല്ലുകളുണ്ട്. പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ എക്സ്ട്രാക്ട്സ് ആണ് അത് യൂസ് ചെയ്താലും നമ്മുടെ പാടുകളും എല്ലാം മാറാനായിട്ട് ഒത്തിരി വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടേ ഉള്ള പാടുകളാണെങ്കിൽ ഒത്തിരി പഴകിയ പാടുകളാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. എന്നാൽ തന്നെ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഫേസ് സ്ക്രബ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഫേസും അല്ലെങ്കിൽ അത് ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാം. തേച്ച് കഴുകി ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഈ പഴയ സ്കിന്ന്, ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന മാർക്സ് ഒക്കെ വീണ സ്കിന്ന് ലൈറ്റായിട്ട് പീൽ ഓഫ് ചെയ്ത് പോകും. അത് പീൽ ഓഫ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നാച്ചുറലി അതിൻ്റെ ഡാർക്ക് കളർ മാറി ലൈറ്ററാവും. അങ്ങനെ സ്ലോലി നമുക്ക് അത് മാർക്സ് ലൈറ്ററാക്കി എടുക്കാം. പുതിയ സ്കിൻ വരുന്നതനുസരിച്ച് മാറി വരും. ഏതായാലും മാഡം പറയുന്ന പ്രതിവിധികളൊക്കെ പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. ഏതായാലും ഇന്നത്തെ പങ്ക്തിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനിയും അറ്റൻഷൻ പ്ലീസിനായി കാത്തിരിക്കുക. സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. പതിവ് പോലെ നിങ്ങളുടെ കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കത്തുകളിലൂടെ ഞങ്ങളുടെ പങ്ക്തികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തുടർന്നും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഒപ്പം ഞങ്ങളുടെ പരിപാടികളിൽ പങ്കാളികളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.